സിആർ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അല്ല ഞാൻ ശരി ഒരു സെക്കൻഡ് ഒരു എതിർവാദമുണ്ടെങ്കിൽ പത്മകുമാറിന്റെ അവസരം. ശ്രീ പത്മകുമാർ വേഗം. ആയിക്കോട്ടെ. അല്ല ഞാൻ ഒറ്റ ഇപ്പോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ പ്രഖ്യാപനം പിൻവലിച്ചെന്തോ അബദ്ധമായി പോയി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമല്ല. അതിലേക്ക് വരാം. ശ്രീ സിആർ, എന്തുകൊണ്ട് VS-ന് ഈ എന്റെ വേറെ പേപ്പർ ഇരിപ്പുണ്ട്, വേറെ പേപ്പർ, കേന്ദ്ര ഗവൺമെന്റിന്റെ വേറെ പേപ്പർ ഇരിപ്പുണ്ട്, നമുക്കതെടുക്കാം. ഇതിപ്പോ പിൻവലിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും പറഞ്ഞില്ല. പത്മകുമാർ സഖാവേ, ഞാൻ തുടങ്ങിയത് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിനൊരു അവസാനം വേണമല്ലോ എവിടെയെങ്കിലും. വേണു പറഞ്ഞതിനെ പറ്റി ഞാൻ പറഞ്ഞു, സിആർ പറഞ്ഞതിനെ പറ്റിയല്ല. ഓക്കെ അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇപ്പോ വേണു ചോദിച്ച ചോദ്യത്തിന് ഞാൻ VS-നെ ഒന്നും ഇതിൽ എക്സ്ക്യൂസ് ചെയ്യുന്നില്ല. VS-ന് വളരെ പ്രിയപ്പെട്ട രാജഗോപാലാണ് അവിടെ സ്ഥാനാർത്ഥി. പാർട്ടി സ്ട്രക്ചർ അനുസരിച്ചും VS-ന് വളരെ വേണ്ടപ്പെട്ട രാജഗോപാലായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. VS അറിഞ്ഞില്ല എന്ന വാദത്തിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷേ T ബാലകൃഷ്ണൻ VS-ന്റെ മാത്രം നിർബന്ധത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കില്ല എന്നുകൂടി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൽ പാർട്ടി ഗ്രൂപ്പൊന്നുമില്ല, എല്ലാവരും അതിന് അനുകൂലമായിരുന്നു. ഇനി അടുത്ത UDF-ന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു. ഉമ്മൻചാണ്ടി അസംബ്ലിയിൽ പറഞ്ഞു ഞാൻ പിൻവലിക്കുന്നു. നേരത്തെ പറഞ്ഞ കളക്ടറുടെ പ്രഖ്യാപനം പറഞ്ഞു. മാത്രവുമല്ല, 2 കേന്ദ്ര അനുമതി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര അനുമതിയല്ല, പ്രധാനമായും 2 സംസ്ഥാന അനുമതികൾ തന്നെയാണ് പ്രധാനം. അതിലൊന്ന് നെൽവയൽ നീർത്തട സംരക്ഷണവും മറ്റൊന്ന് മിച്ചഭൂമിയും. ഇതിന് 2ഉം കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലം ആവശ്യമില്ല. വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയാണ്. അത് കൊടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് കേന്ദ്ര സർക്കാരിലേക്ക് പോകാതെ വേണമെങ്കിൽ എയർപോർട്ട് പണിയാമായിരുന്നു. അതാണ് കാര്യം. മറ്റനുമതികൾ വേണം. ഇപ്പോൾ ഡിഫൻസിൻ്റെയും സിവിൽ ഏവിയേഷൻ്റെയും അനുമതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പാരിസ്ഥിതികം. ഇനി BJP പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഉന്നയിക്കുന്നു. LDF ഭരണകാലത്ത് ആറന്മുളയിൽ ഈ വിമാനത്താവളത്തിനെതിരായി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പത്മകുമാറിന് ചിലപ്പോൾ അറിയാമായിരിക്കും. പള്ളിയോട സംഘമാണ് ആദ്യമായി അവിടെ ഇതിനെതിരെ സമരത്തിൽ വരുന്നത്. ആ സമരം ഉദ്ഘാടനം ചെയ്ത മനുഷ്യനാണ് ഞാൻ. അന്ന് അവിടെ ഒരു പാർട്ടിയുമില്ല. മാത്രവുമല്ല, അതിൻ്റെ ഒരു തർക്കം വന്ന കാലത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് പത്തനംതിട്ടയിൽ, ഞാനവിടെ നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തി വിമാനത്താവളം വേണമെന്ന്. അത് BJP-ക്ക് ആത്മസംഘർഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം BJP-യുടെ ജില്ലാ പ്രസിഡന്റ് വേണമെന്ന് പറയുന്നു, BJP-യുടെ ലോക്കൽ ഘടകവും അവിടെയുള്ള ആളുകളും ഇതിനെതിരായി നിൽക്കുന്നു. ഈ സംഘർഷം കൂടി കണ്ട ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ വിമാനത്താവളത്തിനെതിരായി അല്ല, പക്ഷേ ഈ മറ്റേ പള്ളിയോട് സംഘമാണ് ആ പരിപാടി നടത്തിയത്. ഇലക്ഷൻ അന്ന് ആറന്മുളയിൽ രാജഗോപാലിന്റെ പോസ്റ്റർ മുമ്പിൽ ഇരിപ്പുണ്ട്. സിആർ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം പള്ളിയോട് സംഘത്തിലെ അംഗമായിട്ടാണ്, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി ലേബലല്ല. അന്ന് അതെ, തീർച്ചയായിട്ടും എനിക്ക് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് പത്മകുമാർ അന്ന് അത് പങ്കെടുത്തത് പള്ളിയോട് സംഘത്തിലെ അംഗമായിട്ടാണ്, മാർക്സിസ്റ്റ് പാർട്ടി പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് യോഗങ്ങളിൽ. അതൊക്കെ UDF വന്നതിന് ശേഷം. ഞാൻ ചോദിക്കുന്നു പത്മകുമാറെ, LDF ഭരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആറന്മുള എയർപോർട്ട് വേണ്ട എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. രാജഗോപാലയുടെ സ്ഥാനാർത്ഥിയാണ്. പള്ളിയോട് സംഘം പിന്നെ പലതും സാഹചര്യമില്ലല്ലോ. പള്ളിയോട് സംഘത്തിന്റെ 2004 മുതൽ സമരം തുടങ്ങിയതാണ്. CR നീലകണ്ഠൻ നടത്തിയ സമരം 2012-ലാണ്. 2012-13-ലാണ്. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വന്നത് 2012-ലാണ്. 2011 അല്ല, 2004 സമരം ആരംഭിച്ചതാണ്. അല്ല സാർ, മേഖല പോലീസ് സ്റ്റേഷൻ രേഖകളെടുത്ത് പരിശോധിക്കണം. അല്ല, ഞങ്ങൾ 48 ദിവസം ആറന്മുള പോലീസ് സ്റ്റേഷൻ മുമ്പിൽ സമരം നടത്തിയതാണ്.
പിന്നെ 2004 ആരാ വിമാനത്താവളത്തെ കുറിച്ച് അല്ല ആലോചിച്ചത്? സാർ, അല്ലല്ല, അതിന് മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് ചരിത്രം പഠിക്കണം. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞത് അവതാരങ്ങൾ വന്നിട്ട് വ്യവസായ മേഖല ആറന്മുള ഇതാണ് പ്രഖ്യാപനം സംഭവം എന്ന് ചിന്തിച്ചു കളയരുത്. മറ്റേ 2004 അവിടെ സമരം ആരംഭിച്ചതാണ്. 48 ദിവസക്കാലം ആറന്മുള പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം നടത്തിയതാണ്. നിക്കോ ആറന്മുളക്കാർക്ക് അല്ല, നന്നായിട്ട് അറിയാം. അതൊക്കെ യു ഡി എഫ് ആറന്മുളക്കാർക്ക് നന്നായിട്ട് അറിയാം. ആറന്മുള വന്ന ചില ആളുകൾക്ക് അറിഞ്ഞൂടാ. ആറന്മുള കണ്ടുപിടിച്ച ചില ആളുകളുണ്ടല്ലോ, അവർക്കാർക്കും അറിഞ്ഞൂടാ. ഞങ്ങളൊക്കെ ആറന്മുളക്കാരൻ തന്നെയാണ്. ഞാൻ ആറന്മുളക്കാരൻ തന്നെയാണ്. ഞാൻ ആറന്മുളക്കാരൻ തന്നെയാണ്. ആറന്മുളയെ സംബന്ധിച്ച് എനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. ആറന്മുളയുടെ കാര്യത്തിൽ നല്ല വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് എ പത്മകുമാറിൻ പിന്നെ എ പത്മകുമാർ കുഴിച്ച കുഴിയിൽ നിങ്ങളാരും വീഴരുത്. അദ്ദേഹം നിരന്തരമായി ഇടപെടുന്നു. അത്രയും ആ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നത് കൊണ്ടാണ്. മറ്റു പല വിഷയങ്ങളിലത്തേക്കും അദ്ദേഹം ഈ ചർച്ചയെ വ്യതിചലിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാന, നമ്മൾ ചർച്ച ഡൈവേർട്ട് ചെയ്യേണ്ട, ഇതിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിച്ചതാണല്ലോ ഇതിൽ ഏറ്റവും LDF ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ച സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിലവിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിക്കാൻ പറ്റൂ. അവിടെ ഈ KGS ഗ്രൂപ്പ് ഇത് ഇങ്ങനെ ഒരു സൗജന്യം കൊടുക്കുന്ന സമയത്ത് ഏത് ഇൻഡസ്ട്രിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? LDF പറയട്ടെ, ഒന്നുമില്ല. അപ്പൊ ഇത് ഇല്ലാത്തൊരു നിയമത്തെ കള്ളപ്രഖ്യാപനമാണ് ഇന്ന് ആറന്മുള പ്രശ്നം ഇത്രയും രൂക്ഷമായ കാര്യം. അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഇത്രയും കാലം അത് UDF പോകുന്നത് വരെ അടയിരിക്കും. ഒരു നിമിഷം ശ്രീ PT നന്ദകുമാർ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? നിങ്ങളെന്ന് വെച്ചാൽ അങ്ങ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന KGS, എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന KGS ചിത്രത്തിലേക്ക് വരുന്നത് 2004 അല്ലല്ലോ? അല്ല, ഞാൻ വരുന്നത് 2009 അർദ്ധം. KGS ഈ പദ്ധതിയുമായി വരുന്നത് 2009 മാത്രമാണ് തുടങ്ങുന്നത്. 2006 അങ്ങനെ ഒരു പദ്ധതി അവിടെ ഇല്ല. ശരി, 2009 ശ്രീ പത്മകുമാർ, ശ്രീ A പത്മകുമാർ 2009. അല്ല സാർ, ഞാൻ ആറന്മുളക്കാരനാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട വേണു, ഈ ഇരിക്കുന്ന നന്ദകുമാർ കണ്ണൂർ സ്വദേശിയാണ്. മറ്റുള്ളവരൊക്കെ ഓരോ സ്വദേശികളാണ്. ഞാൻ ആറന്മുളക്കാരനാണ്. എന്നെ ആറന്മുളയുടെ ചരിത്രം പഠിപ്പിക്കരുത്. ആറന്മുളയുടെ വിമാനത്താവളത്തിന്റെ ചരിത്രം പഠിപ്പിച്ചു കളയരുത്. KGSന്റെ ചരിത്രമാണ്. വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ വിമാനം ലാൻഡ് നിങ്ങൾക്ക് അറിയത്തില്ലേ പത്മകുമാർ? ഈ പ്രോജക്ട് ആരംഭിച്ചത് എബ്രഹാം കലമണ്ണിലാണ്. ഒരു ഫ്ലൈയിങ് ക്ലബിന്റെ വിമാനം അവിടെ എബ്രഹാം കലമണ്ണിൽ ആരംഭിച്ചത്. നന്ദകുമാർ അതിന്റെ ആളിനാളായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്ക്, അദ്ദേഹം പറയും എബ്രഹാം കലമണ്ണിന്റെ കയ്യിൽ നിന്ന് KGS ഗ്രൂപ്പ് ഈ വിമാനത്താവളം നന്ദകുമാർ പറഞ്ഞു അത് കറക്റ്റാണ്. അദ്ദേഹമാണ് അതിന്റെ ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണിത്താൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2003 ഈ എബ്രഹാം കലമണ്ണിൽ ആ വസ്തു വാങ്ങിക്കുന്നത്. ഞാൻ ആറന്മുളക്കാരനല്ലേ? നിങ്ങൾ വെളിയിൽ നിന്ന് വരുന്നവർ എന്നെ ആറന്മുളയുടെ കാര്യം നിങ്ങൾ ആറന്മുളക്കാരനായതുകൊണ്ട് ആറന്മുളയുടെ ചരിത്രം നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു തരാൻ പറ്റുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ ആരും പങ്കെടുത്തില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര അത് അംഗീകരിച്ചു കൊടുക്കണം. നിങ്ങൾ ആറന്മുള ജനിച്ചതുകൊണ്ട് കാര്യം. അങ്ങ് കലമണ്ണിലിന്റെ കഥയിലേക്ക് പോകണ്ട. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭ ഇപ്പോ ഇൻഡസ്ട്രിയൽ ഏരിയ പ്രഖ്യാപനം പിൻവലിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ പത്മകുമാറിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശബരിമലയുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ശബരിമലയ്ക്ക് അടുത്ത് ഒരു വിമാനത്താവളം വേണം. എവിടെയാ വിമാനത്താവളം? ഈ ആറന്മുള വിട്ടാൽ അങ്ങോട്ട് പോകുന്ന എല്ലാം പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ്. അപ്പൊ ശബരിമലയ്ക്ക് ഒരു വിമാനത്താവളം വേണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ പറഞ്ഞത്? എവിടെയാണ് വിമാനത്താവളം?
പറയട്ടെ. അപ്പൊ നിങ്ങൾ വലിയ അതേ കുത്തിഘോഷിച്ചുകൊണ്ട് അതേ ഇത് ബഹുമാനപ്പെട്ട പിൻവലിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ണിത്താൻ, മുഖ്യമന്ത്രി അതേ പിണറായി അവലോകന വിജയൻ യോഗത്തിൽ തന്നെയാണ് പോയി ഇന്ന് ശബരിമലയ്ക്ക് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് വിമാനത്താവളം കൊടുത്തിട്ടുള്ളത്. വേണം. ആളുകളെ അതേ കാണിക്കാനാ. ശരി, ശരി, ശരി. പിണറായി വിജയൻ തന്നെയാണ് അതിലേക്ക് വരാം ഇന്നിപ്പോ അതിലേക്ക് വരാം ഒരു നിമിഷം. ശ്രീ ഇൻഡസ്ട്രിയൽ പത്മകുമാർ ഏരിയ അതിലേക്ക് വരാം. പിൻവലിച്ചുകൊണ്ടും ശ്രീ പി ടി ഇൻഡസ്ട്രിയൽ നന്ദകുമാർ ഏരിയ പ്രഖ്യാപനം പിൻവലിച്ച് ശ്രീ പി ടി നന്ദകുമാർ കോടതിയിൽ അഫിഡവിറ്റ് ശരി, 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 ശ്രീ അതേ പത്മകുമാർ. പിണറായി ശ്രീ വിജയൻ പി ടി നന്ദകുമാർ. മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയാണ്. ശ്രീ പി ടി നന്ദകുമാർ, ഇവിടെ KGS ഗ്രൂപ്പ് ഇപ്പോൾ അങ്ങ് പുറത്തു വന്ന സ്ഥിതിക്ക് കുറെ കൂടെ സ്വതന്ത്രമായി പറയാമല്ലോ. KGS ഗ്രൂപ്പ് നിയമങ്ങൾ ഒന്നൊന്നായി ലംഘിച്ചിട്ടില്ലേ? ഏത് സർക്കാരിൻ്റെ കാലത്താണ് കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളത്? ഏത് സർക്കാരാണ് നിയമലംഘനങ്ങൾക്ക് മേൽ കൂടുതലായി കണ്ണടച്ചിട്ടുള്ളത്? ശ്രീ നന്ദകുമാർ.